ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ പിസ്സ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് 4 സൈഡായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചീസ് വേണം. ഇനി നമുക്ക് ഉള്ളി വേണം. അതേപോലെ ഒലീവ്സ് എടുത്തിട്ടുണ്ട്. അത് 2 കളറിൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലും അതേപോലെ ഗ്രീൻ കളറിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാൻ 2 കളറിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ്ചർ റെഡിയാക്കാനായിട്ട് അതിന് വേണ്ടി പാലെടുത്തിട്ടുണ്ട്. അതേപോലെ 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ ഈ പാൻ തന്നെയാണ് പിസ്സയും റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ഒന്ന് മുട്ടയുടെ മിക്സ്ചറിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം. മൊത്തമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിത് മൊത്തമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 മിനിറ്റോളം വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വീണ്ടും 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വീണ്ടും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം.
പിസ്സയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇതെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം, ഒലീവ്സ്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചിക്കനും അതേപോലെ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം. ഒലീവ്സ്, വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്നും മാറ്റാം. നമുക്ക് പിസ്സ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.